ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് മാച്ച്. അപ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് മാച്ചിലേക്ക് കിടക്കുകയാണ് ഗായ്സ്. അപ്പോൾ ടീം കുഴപ്പമില്ല, ഒരു വളരെ മികച്ച ഒരു മത്സരം തന്നെയായിരിക്കും ഇതെന്ന് കരുതുന്നു. വൈ ഐ ബീറ്റ് യു ബോണാൻഡീസ് സംതിങ് ടു അറ്റാക്ക് മിസ്റ്റർ കൂട്ട വെക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാക്ക് വളരെ ശക്തമായൊരു സെൻട്രൽ ബാക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എസി മിലാൻ്റെ കോസ്റ്റക്കൂട്ടയും അതുപോലെ തന്നെ ബക്കംബോറുമാണ്. മെസ്സി ഒരു ഷോട്ട് എടുത്തിരിക്കുന്നു, പക്ഷേ അത് കോളിയുടെ കൈകളിലേക്ക്. വിക്ടർ ബയ ടു കഫു ടു മെസ്സി ടു ക്രൈഫ്, ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇന്നലെ പ്ലെയേഴ്സ് വന്നായിരുന്നു. അത് ഒരു 5 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേയേഴ്സാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് നമ്മുടെ കഫു ആൻഡ് റോബർട്ടോ കാർലോസ്, ഈ 2 പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കഫു, മെസ്സി, എംബാപ്പെ, കിലിയൻ എംബാപ്പെ. റയൽ മാഡ്രിഡിൻ്റെ എംബാപ്പയാണത്. റയൽ മാഡ്രിഡിൻ്റെ എംബാപ്പെ വളരെ മികച്ച രീതിയിൽ ഒരു അറ്റാക്ക് നടത്തുന്നു. ആ കാർഡ് വളരെ മികച്ചൊരു കാർഡ് തന്നെയാണ്. മെസ്സി, കഫു ടു ടൊനാലി. നെയ്മർ ജൂനിയർ. What a goal from നെയ്മർ ജൂനിയർ. ഒരു മികച്ച ഒരു മുന്നേറ്റം തന്നെയായിരുന്നു നെയ്മറിൻ്റെ. നെയ്മർ അത് ഗോളിൽ കലാശിപ്പിക്കുന്നു. വെക്കുമ്പോൾ ടു കഫു ടു മെസ്സി ടു മറഡോണ. വളരെ ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്നു, പക്ഷേ അദ്ദേഹം നമ്മളെ പാസ് ചെയ്ത് മുന്നേറി. ഗായ്സ്, എംബാപ്പെ മികച്ചൊരു ഇൻ്റർസെപ്ഷൻ നടത്തിയിരിക്കുന്നത്. കോസ്റ്റക്കൂട്ട ക്രൈഫ്, മെസ്സി ടു ടൊനാലി. കഫു റൈറ്റ് വിങ് നിന്ന് വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ടൊനാലി ടു മെസ്സി. വളരെ മികച്ച ഇൻ്റർസെപ്റ്റ്. ഡിലൈറ്റ് ഒരു നല്ലൊരു സെൻറ്റർ ബാക്കാണ്, ഒരു പവർഫുൾ സെൻറ്റർ ബാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെ. വാ സൂപ്പർ. റൈറ്റ് ബാക്കിൽ നിന്ന് സെൻട്രൽ ബാക്കിലേക്ക് വന്നുള്ള ആ ഒരു മനോഹരമായൊരു റിസപ്ഷൻ. കഫു വളരെ ദുർബലമായൊരു ഷോട്ട് തന്നെ പറയേണ്ടി വരും ക്രൈഫിൻ്റെ ഭാഗത്തു നിന്ന്. യോഹാൻ ക്രൈഫ്, ടോട്ടൽ ഫുട്ബോളിൻ്റെ ദ ഫാദർ ഓഫ് ടോട്ടൽ ഫുട്ബോൾ. അപ്പോൾ കോസ്റ്റക്കൂട്ടയുടെ കാര്യങ്ങളിലേക്ക്. ടൊനാലി നിന്നും കഫു ഒരു മികച്ച മുന്നേറ്റം, പക്ഷേ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഹാഫ് ടൈമിൽ 1-0 എന്ന നിലയിലാണ്. അപ്പോണൻറ്റ് 1, what if I beat you 1, my team 0. അപ്പോൾ നമ്മൾ ഹാഫ് ടൈം ആയിരിക്കുന്നു. അടുത്തൊരു സെക്കൻഡ് ഹാഫിൽ എന്താകുമെന്ന് അറിയില്ല. ജയിക്കാനാകുമോ അതോ തോറ്റ് പടിയിറങ്ങേണ്ടി വരുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നേരെ സെക്കൻഡ് ഹാഫിലേക്ക് കിക്കെടുക്കുന്നു. അഡ്രിയാനോ, ടൊനാലി, റോബർട്ടോ കാർലോസ്. ഒരു ഔട്ട് ബോളാണ്, ത്രോ ബോളാണ്. ടൊനാലിക്ക് നിൽക്കുന്നു. ടൊനാലി ടു റോബർട്ടോ കാർലോസ്. യോഹാൻ ക്രൈഫ് ഉയർത്തിയടിക്കാനുള്ള ശ്രമം റോബർട്ടോ കാർലോസിൻ്റെ ഭാഗത്തുനിന്നും. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ട് എംബാപ്പയുടെ കാലുകളിലേക്ക് എത്തുന്നു. എംബാപ്പെ കിലിയൻ എംബാപ്പെ. ദാറ്റ് ഈസ് ഓഫ് സൈഡ്. കിലിയൻ എംബാപ്പെ നൽകിയ പാസ് ഓഫ് സൈഡിൽ അവസാനിക്കുന്നു. ഒരുപക്ഷെ അതൊരു കിക്ക് എടുത്തിരുന്നെങ്കിൽ മേ ഗോളാകാൻ സാധ്യതയുള്ളതായിരുന്നു. വിക്ടർ ബയ പോർച്ചുഗീസ് ഗോൾ കീപ്പറാണ്. വിക്ടർ ബയ ഫോട്ടോയ്ക്കും ബാഴ്സലോണയ്ക്കും വേണ്ടി ഗോൾ വല കാത്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് വിക്ടർ ബയ.
ഒരു അതിമനോഹരമായൊരു ത്രൂ ബോളായിരുന്നു, പക്ഷേ അത് മനോഹരമായിട്ട് പിന്നെ കുറച്ചുകൂടെ കാലുകളിലേക്ക് കുറച്ചുകൂടി മനോഹര പാസ് നൽകുന്നു. പക്ഷേ ക്രൈഫ് റാഞ്ചി എടുക്കുന്നു. അതാ വീണ്ടും മെസ്സിയിലേക്ക്. മെസ്സി ഒരു ത്രൂ ബോൾ ടു അതാ മനോഹരമായി ഉയർത്തിയിരിക്കുന്ന ശ്രമം ക്രൈഫിലേക്ക് പോകുന്നു. ക്രൈഫ് വീണ്ടും ക്രൈഫിലേക്ക് റോബർട്ടോ കാർലോസ്. മറഡോണ ഒരു ഡ്രിബ്ലിങ്ങുള്ള ശ്രമം, പക്ഷേ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. അതാ കഫു ഈ മാച്ചിലുടനീളം തൻ്റെ മികവ് പുറത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടൊണാലി മെസ്സിയിൽ നിന്ന് ടൊണാലിയിലേക്ക് കഫുവിലേക്ക്. കഫു ടൊണാലി മറഡോണ ഉയർത്തിയടിക്കുന്നതാ. ഓ, ദുർബലമായ ഒരു ഹെഡായിപ്പോയി. ഔട്ട് ബോൾ. ഗോളി ഉയർത്തിയടിക്കുന്നു. എന്തും സംഭവിക്കാതിരിക്കാം. കഫു മനോഹരമായ എന്ത് ചെയ്യാം, മനോഹരമായ ഒരു കിക്കായിരുന്നു, പക്ഷേ അത് ഗോളി കൈപ്പിടിയിൽ ഒതുക്കി. വളരെ മികച്ചൊരു മുന്നേറ്റം തന്നെ എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഓ ഗായ്സ്, ഇതാ ലയണൽ മെസ്സി പക്ഷേ നടന്നില്ല ഗായ്സ്. മെസ്സി ആ ഒരു പാസിലാണത്, അത് ഒരു ഓഫ് സൈഡായി കലാശിച്ച, അല്ലെങ്കിൽ അത് പക്ഷേ ഒരു ഡ്രിബിൾ ചെയ്തൊരു കിക്ക് എടുത്ത് മേ ബി ഗോളാവാൻ സാധ്യതയുള്ളത്. നമുക്ക് നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഹാളൻഡിനെ ഇറക്കാം. ഹാളൻഡ്, അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗാം, ഫോഡൻ. നമ്മുടെ പയ്യനെ കൂടെ അങ്ങ് ഡിബ്രൂയിനെ കൂടെ അങ്ങ് ഇറക്കാം. നമുക്ക് നോക്കാം ഇനി ഇവരെ ഇറക്കിയിട്ട് നമുക്ക് കളി ജയിക്കാൻ സാധിക്കുമോ അതോ ഒരു സമനില പിടിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം. നമ്മുടെ കമോൺ കിലിയൻ എംബാപ്പയ്ക്ക് വളരെ ഒരു മികച്ച ഒരു 99% ഒരു ചാൻസ് തന്നെയായിരുന്നു അത്. പക്ഷേ ബാക്കി വന്ന 1% നിലത്തിട്ടുടച്ചു എന്ന് പറയേണ്ടി വരും. അവിടെ റിയാക്ഷൻ. Kylian Mbappe, what the shot, but it did not to the ടാർഗറ്റിലോട്ട് പോയില്ല. കമോൺ നമ്മുടെ ടീം തിരിച്ചു വരും. അപ്പോൾ അടിച്ച് കയറി വാ ഗായ്സ്. വീണ്ടും ഒരു മനോഹരമായ ഒരു മുന്നേറ്റം, പക്ഷേ അത് ഗോളാകുമോ ഗായ്സ്? ഒരു ത്രൂ ബോൾ, പക്ഷേ ഡിലൈറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർസെപ്ഷൻ. ഫൗൾ. നമ്മുടെ ടീം ഫൗൾ ചെയ്തിരിക്കുന്നു ഗായ്സ്. ഓക്കെ, ഡിലൈറ്റാണ് കിക്ക് എടുക്കുന്നത്. അതാ കിക്ക് എടുത്തിരിക്കുന്നു, ഉയർത്തി വിട്ടിരിക്കുന്നു പന്ത്. ഇതാ മനോഹരമായൊരു പാസ്സായിരുന്നു അത്. ത്രൂ പാസിലൂടെ ഹാലൻഡ്. The beautiful goal from Erling Haaland. ഒരു അതിമനോഹരമായ ഗോൾ. ഇതാ നമ്മൾ സമനിലയിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ എർലിംഗ് ഹാലൻഡ് നേടിയിരിക്കുന്നു ഒരു അതിമനോഹരമായ ദ ബ്യൂട്ടിഫുൾ ഗോൾ ഫ്രം എർലിംഗ് ഹാലൻഡ്. എന്തായാലും നമ്മൾ ഒരു തോൽവി മണത്തതായിരുന്നു, എങ്കിലും നമ്മൾ ആ ഒരു സമനിലയിലെങ്കിലും പിടിച്ച് ഉലയ്ക്കാൻ സാധിച്ചു ഗായ്സ്. മനോഹരമായിട്ട് മുന്നേറ്റമായിരുന്നു ഗൈസ്. പക്ഷേ ആ ബോൾ ഉയർത്തിയിട്ടിരിക്കുന്നു. വളരെ മനോഹരമായ റിസപ്ഷൻ കൂടിയായിരുന്നു ഗൈസ്. വാട്ട് ഇഫ് ഐ ബീറ്റ് യു? താങ്കൾ ഈ മാച്ച് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ ഒരു 50 സബ്സ്ക്രൈബ് മാത്രമേ എനിക്ക് ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റൂ ഗൈസ്. നിങ്ങൾ ആ ഒരു വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കലാശിക്കുന്നു ഗൈസ്. Goodbye everybody, goodbye, see you.